ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഈസി ആയി. അപ്പോൾ നമ്മൾ 11.2 എക്സസൈസ് തീരാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അതിനകത്ത് തന്നെ 3 ഉണ്ട് ചെയ്യാൻ. സിംപ്ലിഫൈ, ജസ്റ്റ് സിംപ്ലിഫൈ. സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഫൈനൽ എക്സ്പാൻഷൻ ഫോമിൽ അല്ല എഴുതേണ്ടത്. നമ്മളത് എടുത്ത് ചെയ്ത് എല്ലാം കാൽക്കുലേഷൻ ഫൈനലായിട്ട് നമ്മൾ ആൻസർ എഴുതണം. എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. എക്സ്പെൻഷ്യൽ ഫോമിലാന്ന് പറഞ്ഞാൽ മാത്രം എക്സ്പെൻഷ്യൽ ഫോമിൽ കൂടെ നിർത്താവുള്ളൂ കേട്ടോ. 2⁵ the whole raised to 2 into 7⁵3 by 8⁵3 into 7. ഇവിടെ നമ്മൾ പറയുന്ന പോലെ തന്നെ പ്രൈം നമ്പേഴ്സ് ഉള്ള എക്സ്പൊണന്റ് ആക്കി മാറ്റിയിട്ട് ബേസ് പ്രൈം വരുന്നതാക്കിയിട്ട് വേണം നമ്മൾ പിന്നെ ഏത് ലോസ് ആണ് വരുന്നത് അത് അപ്ലൈ ചെയ്യാം. ഇവിടെ ഓൾറെഡി ഇതിന്റെ ബേസ് 2. ഓക്കെ, നമുക്ക് നോക്കണ്ട. ഇവിടെ ബേസ് 7, അത് നോക്കണ്ട, അത് പ്രൈം നമ്പറാണ്. പക്ഷെ ഇവിടുത്തെ ബേസ് 8 ആണ്, ഇത് 7 നോക്കണ്ട. പക്ഷെ ഇതപ്പം നമുക്ക് മാറ്റണം. അപ്പം നമുക്കൊന്ന് മാറ്റിയിട്ട് എഴുതാമല്ലോ. 8നെ ഫാക്ടറൈസ് ചെയ്ത് എന്തുകൊണ്ടാ? 2 കൊണ്ടല്ലേ. 4 അതിനെ 2 കൊണ്ട് പറ്റും. 2 1. അതായത് 8 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 that is 2⁵3. ഈ 8ന്റെ സ്ഥാനത്ത് നമ്മൾ എന്നാ എഴുതും? 2⁵3. അപ്പൊ ഇത് അതുപോലെ തന്നെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലോ അപ്ലൈ ചെയ്യാം കേട്ടോ. ആദ്യം ഒന്ന് എല്ലാത്തിനും ഒരുപോലെ അങ്ങ് ആക്കി പ്രൈം നമ്പേഴ്സ് ആക്കി. അപ്പൊ 8ന്റെ സ്ഥാനത്ത് എന്നാ എഴുതി? 2⁵3. അത് വെറും 8 മാത്രമാണ്. 8ന് ഒരു പവർ ഉണ്ട്. എത്രയാ? 3. അപ്പൊ അത് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് എഴുതി into 7. ഇത്ര മനസ്സിലായല്ലോ? നമുക്കറിയാം, പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യാൻ പോവാതെ. ഇവിടെ സെയിം ലോ ആണ്, ഇവിടെയും സെയിം ലോ ആണ്. ഏത് വരും? a⁻m the whole raised to n is equal to a⁻m plus n. ശരിയാണോ? അല്ല, എനിക്ക് നിങ്ങൾ ഇപ്പൊ തിരുത്തി പറഞ്ഞില്ലേ? നിങ്ങൾ പഠിച്ച്, അതുകൊണ്ടാ. ഓക്കെ, ഇസ് ഈക്വൽ ടു, അപ്പൊ അപ്ലൈ ചെയ്തേ. പിന്നെ ഒരു 2⁵5 into 2 അല്ലേ? ഓക്കെ, 7 into 7⁵3 ബൈ, ഇവിടെ സെയിം ലോ തന്നെ അപ്ലൈ ചെയ്തു. 2 പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ 3 into 3 into 7. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്തെന്ന് എഴുതിയാലോ. 2⁵5 into 2 10 into 7⁵3. താഴെ എഴുതി 2⁵3 into 3 9 into 7. ഓക്കെ, ഇനി ഇവിടെ ഏതിലും അപ്ലൈ ചെയ്യും? നോക്കിയേ, നേരെ പറ്റുമോ മക്കളെ? ഇല്ല, ബേസും വ്യത്യാസം, എക്സ്പൊണന്റും വ്യത്യാസം. പക്ഷെ നമുക്ക് ഡിവിഷൻ പറ്റുന്നുണ്ട് അല്ലേ? സെയിം ബേസ് വരുന്നുണ്ട്. ആണോ? ഇവിടെ വെറും 7 വന്നു. തെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്തിടും? നമ്മൾ 1 ഇടും അല്ലേ, അവരുടെ എക്സ്പൊണന്റ്. അപ്പൊ ഏത് ഫോമുല? a⁻m by a⁻n is equal to a⁻m മൈനസ് ചെയ്യാമല്ലേ? അപ്പൊ ആദ്യത്തെ എന്നാ വരും? 2⁻10 minus 9 എന്നും രണ്ടാമത്തെ 7⁻3 minus 1 ആണ്. ഈ കിടക്കുന്ന ഇവരുടെ ഇടയ്ക്ക് ഇൻറ്റു അല്ലേ? ആ ഇൻറ്റു നമ്മൾ ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ എന്നാ വരും? ഇതിന്റെ ആൻസർ എത്ര വരും? 2⁻10 minus 9 എത്രയാ? 1 into 7⁻3 minus 1 എത്രയാ? 2. ഇനി 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 7⁻2 എന്ന് പറഞ്ഞാൽ 7 into 7 എത്രയാ? 49. ഇൻറ്റു ചെയ്തേ 18 98. ഫൈനൽ ആൻസർ എത്രയാണ്? 98. കറക്റ്റ്. നമ്മൾ ചെയ്ത ഇതുപോലത്തെ ഒത്തിരി ചെയ്തു. ഇപ്പൊ നിങ്ങൾ കുറവായിട്ടുണ്ട്. അതിനാണ് നിങ്ങളുടെ എത്ര എക്സസൈസ് തരുന്നത് നിങ്ങൾക്ക്. അതെന്താ? നിങ്ങളിപ്പോ കുറവായി. ക്വസ്റ്റ്യൻസ് വെറുതെ പ്രത്യേകിച്ച് അതാ ഞാൻ പറയുന്നത്. ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇരുന്ന് ചെയ്ത് കാണാതെ ഒരു ക്വസ്റ്റ്യൻ തന്നെ 4-5 പ്രാവശ്യം എഴുതി പഠിച്ചല്ല. മാത്സ് എഴുതി പഠിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാത്രം തന്നെ എഴുതി പഠിച്ചല്ല നമ്മൾ മാത്സ് പഠിക്കുന്നത്. എങ്ങനെയാണ്? ഒരു പ്രാവശ്യം ഒന്ന് കണ്ടിട്ട് നമ്മൾ തന്നെ എഴുതി നോക്കുക. തെറ്റിക്കഴിഞ്ഞത് തിരുത്തി പിന്നെ ഒന്നുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആവും. പിന്നെ കൂടുതൽ എക്സസൈസ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 25 into 5⁵2 into t⁵8 by 10⁵3 into t⁴. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ബേസ് പ്രൈം നമ്പേഴ്സ് ആക്കണം. ഇവിടെ 5 ഓൾറെഡി, അത് കറക്റ്റ് ആണ്. ടി ഒക്കെ നമുക്ക് അതൊരു വേരിയബിളായിട്ട് കിടക്കും. നമുക്കിനി അതിനെ പ്രൈം നമ്പർ ആക്കാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇവിടെ 10. അപ്പൊ ഈ 25നെയും 10നെ മാറ്റി നമുക്ക് പ്രൈം നമ്പേഴ്സ് ആക്കി മാറ്റാം. ഇനി 25നെ ചെയ്തേ ഏതുകൊണ്ടേ പറ്റത്തുള്ളൂ? 5 കൊണ്ടേ പറ്റത്തുള്ളൂ. 5 25 5 1. അപ്പൊ 25 എന്ന് പറഞ്ഞാൽ 5 into 5 that is 5 സ്ക്വയർ എന്ന് എഴുതാം. ഇനി 10നെ എങ്ങനെ എഴുതാം? 10നെ ഏതുകൊണ്ട് പറ്റും? 2 കൊണ്ട്. 5 into 2 10. 5നെ 5 കൊണ്ട് മാത്രം. അപ്പൊ നമുക്ക് 10നെ 2 into 5 എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും എഴുതാൻ പറ്റില്ല. ഇവിടെ കൊടുക്കാൻ പോവാ. 25ന്റെ സ്ഥാനത്ത് തന്നെ എഴുതും
5 സ്ക്വയർ, ബാക്കി അവിടെ എന്നാക്കുണ്ട് 5 സ്ക്വയർ, പിന്നെ t�8. അതുപോലെ തന്നെ അവിടെ കിടക്കട്ടെ, നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. താഴെ 10ന് എന്നായിരുന്നു, 10 തൂത്ത് കളഞ്ഞു. എത്ര 10 എത്രയായിരുന്നു 2 × 5 അല്ലേ. 2 × 5 ആണ് 10. പക്ഷേ 10ന് ഒരു പവർ കൊടുത്തിട്ടുണ്ട്, എക്സ്പൊണന്റ് ഉണ്ട്. എത്രയാണ് 3 ഇൻറ്റു ബാക്കി t⁴ അതുപോലെ കിടക്കട്ടെ. നമുക്ക് ഇതിന് ഇവർ ബ്രാക്കറ്റിൽ കിടക്കാം, അവരെ വെളിയിൽ നടക്കണം. അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ എഴുതാം. മേളിൽ ഒരു മാറ്റവും ഞാൻ വരുത്തുന്നില്ല. അതുപോലെ തന്നെ 5⁵2 × 5⁵2 × t⁸ താഴെ മാറ്റം വരുത്താൻ പോവാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് രണ്ടു പേർക്കും അവരുടെ അവകാശപ്പെട്ട പവറായിട്ടുള്ള എക്സ്പൊണന്റ് ആയിട്ടുള്ള 3 കൊടുക്കാൻ പോവാ. അപ്പം 2⁵3 എന്നും 5⁵3 എന്നും എഴുതി t⁴. ഓക്കെ. ഇനി നമുക്കിവിടെ എന്തെങ്കിലും ലോസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വല്ലോടും കിടപ്പുണ്ടോ? ഉണ്ടല്ലോ. ഇവിടെ നോക്കിയേ, ഇത് കണ്ട, ഇവിടെ നമുക്ക് സെയിം ബേസ് വന്ന് നമുക്കത് പ്ലസിന്റെ ചെയ്യാം. ഏത് a⁻m × a⁻n = a⁻m+n. അവിടെ അത് ചെയ്യാം. പിന്നെ ഓക്കെ, നമ്മൾ ആദ്യം ഞാൻ അത് എഴുതട്ടെ. അപ്പൊ എന്നാ വരും 5⁵2 + 2 ബേസ് സെയിം ആണ് ഇൻറ്റു t⁸ ബൈ ഇവിടെ കിടക്കുന്നു. ഞാൻ ഇനി ഇവിടെ താഴത്തെ എഴുതാൻ പോവാണ്. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാലോ, കാരണം മേളിൽ 5 അല്ലേ. അപ്പൊ ഇനിയിപ്പം നേരെയുള്ളത് നടക്കത്തില്ല, ഇനി അപ്പൊ ഡിവിഷൻ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഈ താഴെ നമുക്കൊരു 5⁵3 ഉണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ട് താഴെ എഴുതിയാലോ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിങ്ങോട്ട് 2⁵3 മാറ്റി എഴുതിയാലും മതി. 2⁵3 അതിന്റെ തൊട്ട് താഴെ 5⁵3 എഴുതി, പിന്നെ t⁴ എഴുതി ഇവിടെ എഴുതാം അല്ലേ. = അപ്പൊ ഇവിടെ എത്ര വരും 5⁵2 + 2 എത്രയാണ് 4 ഇൻറ്റു t⁸ കിടപ്പുണ്ട്. ഇനി 2⁵3 ഇച്ചിരി ഇങ്ങോട്ടൊന്ന് മാറ്റി. ഓക്കെ, 5⁵3 ഇതിന്റെ തൊട്ട് താഴെ എഴുതി, t⁴ തൊട്ട് താഴെ എഴുതി. എന്തിനാ ഞാൻ അങ്ങനെ എഴുതിയത്? നമുക്കവിടെ വേറെ ഇനിയൊന്നും കാൽക്കുലേഷൻ പറ്റില്ല, ലോസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഡിവിഷന്റെ ലോ അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ അപ്പം എന്നാ വരുന്നത് 2⁵3 താഴെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇതെത്ര വരും എഴുതുമ്പോഴത്തേക്കും 1/1 ആണ്. അപ്പൊ ഈ 2⁵, അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. 2⁵3 ബൈ താഴെ കിടക്കുക. അപ്പൊ അത് ഞാൻ മാറ്റി സെപ്പറേറ്റ് എഴുതുവാണ്. 1/2⁵3 ഇൻറ്റു, അല്ലെങ്കിൽ നമ്മുടെ ഈ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, ഇനി മേളിൽ വേറെ ആരും ഇല്ല. ഇനി ഇവരെ തമ്മിൽ നമ്മൾ ഡിവിഷൻ ചെയ്യാൻ പോവല്ലേ. അപ്പോഴത്തേക്കും ഈ 2⁵3 അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തിയതാണ്. അപ്പൊ അവരൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചു. അപ്പൊ നമുക്ക് മേളിലൊന്നും കിടക്കുന്നില്ലാത്തതുകൊണ്ട് മേളിൽ 1 കൊടുത്തു. താഴെ 2/3 താഴെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് അതിങ്ങനെ എഴുതി. ഇനി ഇവരെ തമ്മിൽ ചെയ്യാം. ഏതാണ് a⁻m / a⁻n ആയിട്ടുള്ള a⁻m-n. അപ്പൊ ഇവിടെ എന്നാ വരും 5⁻4 - 3 എന്നും, നമുക്കിവിടെ ടിക്കും സെയിം ആയിട്ടുള്ളത് ചെയ്യാം, t⁸ 8 - 4 എന്നും. മനസ്സിലായില്ല മക്കളെ? ഇവിടെ തെറ്റിക്കല്ലേ കേട്ടോ. = ഞാനതിന് മൊത്തം ഞാൻ തൂത്തിട്ടില്ല, സ്ഥലമില്ല. കണ്ടോ, ഇത്രയും വന്നത്. അപ്പൊ അതുപോലെ എഴുതുവാണ് = 1/2⁵3 ഇൻറ്റു, ഇതെല്ലാം ഇപ്പൊ മേളിൽ പോയായിരുന്നു കേട്ടോ. ഇത് എത്ര വരും 5⁻4 - 3 എത്രയാ 1 ഇൻറ്റു ഇതെത്ര വരും t⁸ 8 - 4 4. ഇനി വേണം മൊത്തം വരെയിട്ട് അങ്ങ് എഴുതിക്കോ. ഇപ്പൊ താഴെ 2⁵3 മാത്രമേ ഉള്ളൂ. ഇനി 1ന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ 5⁻1 എന്ന് പറഞ്ഞാൽ 5, t⁴ ബൈ താഴെ എന്നാ കിടപ്പുണ്ട് 2⁵3. മുഴുവൻ കാൽക്കുലേഷനും വേണം, അതുകൊണ്ട് ഇവിടെ 5 ഇൻറ്റു കേട്ടോ. അപ്പൊ ഞാൻ 5 ഇൻറ്റു t എങ്ങനെ എഴുതാം 5t എന്ന് എഴുതാം. t⁴ ബൈ 2⁵3 കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം 8. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് 5t⁴ ബൈ 8. നിങ്ങൾക്ക് ഇച്ചിരി സംശയം തോന്നുന്ന ഈ ഭാഗത്തായിരിക്കും, കാരണം ഇതുപോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ 2⁵3 ഡിനോമിനേറ്ററിൽ ഇവരുടെ കൂടെ കിടപ്പുണ്ടാവും. ഒരു ശകലം നേരത്തേക്ക് അവരെ ഒന്ന് മാറ്റി നിർത്തി. കാൽക്കുലേഷൻ ഉള്ളവർ പങ്കെടുക്കട്ടെ, എന്നിട്ട് മതിയല്ലോ, ഒന്നിലും പങ്കെടുക്കാതെ ചുമ്മാ നിൽക്കുന്നവരെ ലാസ്റ്റ് കയറ്റിയാൽ പോരെ. ഓക്കെ, അപ്പൊ അവരെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ 2⁵3 ഡിനോമിനേറ്റർ ആണ്, അവരെ ഡിനോമിനേറ്ററിൽ തന്നെ ഇടണം.
മനസ്സിലായോ? അപ്പൊ മേളിൽ ന്യൂമറേറ്റർ അപ്പൊ ചുമ്മാ ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് കൊടുത്തു? 1 ഇട്ടു. ബാക്കി ഞാൻ ഇവിടുത്തെ കാൽക്കുലേഷൻ ചെയ്യുക. അപ്പൊ ഇവരൊക്കെ എവിടെ കിടന്ന കാൽക്കുലേഷൻ ആയപ്പോ ഇവർ താഴെ നിന്ന് മേളിലോട്ട് പോയി. ഈ ആളൊക്കെ എവിടെ പോയി? മേളിൽ പോയി. കണ്ടോ? ഇവരെല്ലാം ഇപ്പൊ മേളിലാ. ആരാ? 5⁴ - 3 നമ്മുടെ ലോ അപ്ലൈ ചെയ്തപ്പോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അതുപോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 1/2⁴ - 3 എന്ന് പറഞ്ഞാൽ 5⁻1 ഇത് 2⁸ കിട്ടി. പിന്നെ ഇവരെല്ലാം മേളില്ല. ബാക്കി അപ്പം ഇവരെല്ലാം. അപ്പൊ ഇത് ഇങ്ങനെ ഒന്നും എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ 5⁻2 ഒക്കെ താഴെ പോകും, ഡിനോമിനേറ്റർ ആയി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ 2⁻3 ന്യൂമറേറ്റർ ആയി പോകും. ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ബാക്കി എന്താണ്? 5⁻1 എന്ന് പറഞ്ഞാൽ 5 തന്നെ, t⁴